ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമിയ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നല്ല തിളച്ച വെള്ളത്തിലോട്ട് 300 ഗ്രാമോളം സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ സേമിയാണ്, വറുത്തതൊന്നുമല്ല. വറുത്തതുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കട്ട കുട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇട്ട് കൊടുത്ത പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 അല്ലെങ്കിൽ 3 ചേർത്ത് കൊടുക്കുക. ഒരു ലൈറ്റ് മധുരമാണ് നമുക്കിപ്പോൾ സേമിയത്തിന് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും മധുരം കുറച്ച് ചേർക്കുന്നത്. ഇനി ഈ സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ടുള്ള അടയാണ്. ഈ ഒരു സേമിയ അട ഞാൻ ആവിയിൽ വേവിക്കുന്നൊന്നുമില്ല, അല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടു നോക്കാം. ചിലർ ആവിയിലൊക്കെ വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സേമിയ ഇവിടെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. ഈ ഒരു സേമിയയുടെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിനിറ്റുകൾ മതി, അധികം സമയമൊന്നും എടുക്കുന്നില്ല. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഈ സേമിയ ഇവിടെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളമൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരടുപ്പിൽ നമ്മൾ സേമിയ വേവിക്കുന്ന ആ ഒരു സെയിം സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ സേമിയ ഊറ്റിയതിന് ശേഷമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് 1/2 കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിളും കൂടെ ചേർത്തിട്ടുള്ള നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാതിരുന്നത്. അപ്പോൾ നിങ്ങളിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പഴവും തേങ്ങയൊക്കെ ആയിട്ടൊന്ന് സോഫ്റ്റ് വരണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ സേമിയയോടൊക്കെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ സേമിയ ആദ്യം വേവിക്കുന്നതിലും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് ഈ പഴവും തേങ്ങയായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയെടുക്കുക, അതല്ല കുറച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ ഓൾറെഡി സേമിയത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 ടീസ്പൂണോളം ഞാൻ ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ പഴവും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സേമിയത്തിൻ്റെ എല്ലാ ഭാഗത്തും പഴത്തുന്ന രീതിയിൽ നന്നായിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് പൈനാപ്പിളും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ സേമിയത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടയാക്കി എടുക്കണം ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു മിക്സ് ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിരപ്പാക്കി കൊടുക്കണം. നമ്മൾ ഇലയുടെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ സാധാരണ നമ്മൾ അടക്കൊക്കെ ഒരു മാവ് എടുക്കില്ല, അതേ ഒരു പരുവത്തിലാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ചൂടോടുകൂടി തന്നെ നമ്മളിതൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതാ സാധാരണ നമ്മളൊരു അടയൊക്കെ ചൂടുന്ന പോലെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുക, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഒരു അടയുടെ ഷേപ്പിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ചെയ്യുമ്പോൾ ആ ഇലയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. അതല്ല നിങ്ങൾക്ക് ആവിയിൽ വെച്ചിട്ട് വേവിക്കണമെങ്കിൽ ഈ സേമിയ ഫുള്ളായിട്ട് വേവാതെ ഒരു 3/4 ഭാഗം വെന്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇലയിൽ ഈ അടയുടെ ഷെൽപ്പിലാക്കി ഒന്ന് ആവി കയറ്റി വേവിച്ചെടുത്താലും മതി. പക്ഷേ ഇതാണ് ഒന്നും കൂടെ എളുപ്പം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എളുപ്പമാണ്, ജോലിയും ഇല്ല.
അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ആ സെയിം സേമിയയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ സേമിയയുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഈ ഒരു രീതിയിൽ. അതിൽ ഇലയില്ലെങ്കിൽ അതിന് പകരമായിട്ട് അലൂമിനിയം ഫോയിൽ എടുത്താലും മതി. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പം ഞാൻ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.